ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 21 വ്യാഴാഴ്ചയാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത് വലിയ ഇടിവിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റിലും ആ ഇടിവ് കണ്ടു. വലിയ രീതിയിൽ തന്നെയാണ് US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. US മാർക്കറ്റുകളിലെ ഇടിവ് ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റുകളിലേക്കും പകർന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു 30 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്, അതും പ്രതീക്ഷ നൽകുന്നു. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസുകൾ ആദ്യം നോക്കാം. ആദ്യത്തെ വാർത്ത, RBIയുടെ DSGE മോഡൽ, ഡൈനാമിക് സ്റ്റോക്കിസ്റ്റിക് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ ഇന്ത്യയുടെ GDP വളർച്ചയുടെ ഫോർകാസ്റ്റ് നടത്തിയിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. അടുത്ത വർഷം ഇന്ത്യയുടെ GDP വളർച്ച RBIയുടെ ഫോർകാസ്റ്റായ 6.5% എന്നത് 6% ആയിരിക്കും എന്ന് DSGE മോഡൽ പ്രവചിക്കുന്നു. RBIയുടെ ഫോർകാസ്റ്റിൽ പൊട്ടൻഷ്യൽ റിസ്ക്കും ഹെഡ്വിങ്സും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഈ GDP വളർച്ച കുറയാനുള്ള മറ്റ് കാരണങ്ങളായി പറയുന്നത് ആഗോള പണപ്പെരുപ്പം, സ്ലോവർ ഗ്ലോബൽ ഗ്രോത്ത്, സ്റ്റേബിൾ റിപ്പോ റേറ്റ് എന്നിവയാണ്. മറ്റൊരു ഫോർകാസ്റ്റ് ഉള്ളത് ഈ കറണ്ട് ഇയറിൽ ഒഫീഷ്യൽ ഫോർകാസ്റ്റായ 7% എന്നത് GDP വളർച്ച മറികടന്ന് 7.1% ആകും എന്നതാണ്. ഈ വർഷം എക്കോണമി പ്രതീക്ഷിച്ചതിലും നന്നായി പെർഫോം ചെയ്യും എന്നും പറയുന്നു. ഈ വാർത്ത ഒരു മിക്സഡ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം ഈ വർഷം നന്നായി എക്കോണമി പെർഫോം ചെയ്യുമ്പോൾ അടുത്ത വർഷം മോശം പെർഫോമൻസ് ആയിരിക്കും എന്ന് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഒരു മിക്സഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. മറ്റൊരു വാർത്ത ഇന്ത്യയുടെ സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്റ്റീൽ ഡിമാൻഡ് കുറയും എന്ന് അനലിസ്റ്റുകൾ പറയുന്നു. 2024 തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാരണം സർക്കാർ പദ്ധതിയിലും അടിസ്ഥാന സൗകര്യ ചെലവുകളിലും കാലതാമസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന സ്റ്റീൽ ഇറക്കുമതിയിലും ആഭ്യന്തര വ്യവസായത്തെ ആശങ്കയിലാക്കുന്നു. പക്ഷേ മറ്റൊരു വശത്ത് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്റ്റീൽ ഡിമാൻഡ് വർദ്ധിക്കുകയും ആഗോളതലത്തിൽ തന്നെ അതിവേഗം വളരുന്ന വിപണികളിലൊന്നായി മാറുകയും ചെയ്തു. നിർമ്മാണ മേഖലയിലെ കുതിച്ചുചാട്ടം സ്റ്റീൽ ഡിമാൻഡിൽ നിർണായക പങ്കാണ് വഹിച്ചത്. എന്തായാലും സ്റ്റീൽ ഡിമാൻഡിൽ വരും വർഷങ്ങളിൽ ഇത്തരത്തിലൊരു പ്രശ്നം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ത്യയിൽ നിന്നുമുള്ള മാർക്കറ്റ് ന്യൂസാണ് നോക്കിയത്. ഇനി നിഫ്റ്റിയിലേക്ക്. അതിന് മുന്നേയായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിയിൽ ബിയേഴ്സിൻ്റെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ കണ്ടത്. 21,150-ൽ 1.41% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതേസമയം മോർണിംഗ് സെഷനിൽ 21,593 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ്, ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു ക്രിയേറ്റ് ചെയ്ത്. അതിനുശേഷം നിഫ്റ്റിയുടെ സെക്കൻഡ് ഹാഫിലാണ് വലിയ ഇടിവിലേക്ക് പോയത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലാണ് കാര്യമായ ഇടിവ് കണ്ടത്. 20-യുടെ EMA ഉള്ളത് 20,700 ലെവലിലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി വലിയ രീതിയിൽ ഡൗൺ ആകും. ഫെഡറൽ മീറ്റിംഗിൽ ഉണ്ടാക്കിയ സമയത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നിഫ്റ്റി. 21,000 മുതൽ 20,950 ഗ്യാപ്പാണ് നിഫ്റ്റി ഇപ്പോൾ ഫില്ല് ചെയ്യാൻ ഒരുക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 21,000 ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ സോൺ ആവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 20,300 മുതൽ 20,400 വരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട്. മറ്റൊരു ആശ്വാസമുള്ള കാര്യം പറയാനുള്ളത് RSI ഓവർസോൾഡ് ലെവലിൽ നിന്നും, അതായത് 80 ലെവലിൽ നിന്നുമൊക്കെ ഏകദേശം 68 എന്ന ലെവലിലേക്ക് താഴ്ന്നു. അപ്പോൾ അത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത് 21,500-ലാണ്. അതിനുശേഷം 21,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 21,000 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 20,500 സ്ട്രൈക്കിലും അതിനുശേഷം 20,800 സ്ട്രൈക്കിലുമാണ്. നിഫ്റ്റിയിൽ ഫോമായ ഡേ ക്യാൻഡിൽ ലോങ് അപ്പർ ഷാഡോവോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോമായിരിക്കുന്നത്. 3 ദിവസത്തെ നിഫ്റ്റിയുടെ പ്രോഫിറ്റ് ഒരു ഒറ്റ ക്യാൻഡിൽ ഇല്ലാതെയാക്കി എന്ന് വേണം പറയാൻ. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം 21,100 ATM സ്ട്രൈക്കിൽ 8% ഇടിവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് അവിടെ നടക്കുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 287% വർധനവുണ്ട്. അടുത്തത് 21,050 സ്ട്രൈക്കിൽ 72% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്.
കോൾ സൈഡിലേക്ക് വന്നാൽ 110% വർധനവുണ്ട്. 21,150 സ്ട്രൈക്കിൽ 25% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്, അതായത് ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 1393% നല്ല ഒരു ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 3 സ്ട്രൈക്കും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡാണ് കുറച്ചുകൂടി സ്ട്രോങ് എന്ന് കാണാം. അതായത് മാർക്കറ്റിനെ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ ശക്തി ആർജിച്ച് നിൽക്കുന്നത് എന്ന് പറയണം. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ കഴിഞ്ഞത്. 47,445 0.89% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 47,600 മുതൽ 47,700 വരെ അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 47,100 മുതൽ 46,900 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,100 മുതൽ 46,900 വരെ തന്നെയാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,700 48,000 ലെവലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.45 എന്ന നിലയിൽ ക്ലോസ് ചെയ്യുന്നത് 4.2% നേട്ടത്തിലായിരുന്നു. മാർച്ച് 28 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് എന്നതും ഇന്നലത്തെ പ്രത്യേകതയാണ്. ഇനി സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച വാർത്തയാണ്. കമ്പനി പുതിയ സഫാരി ഹാരിയർ SUVകൾക്ക് ആദ്യമായി ഭാരത് NCAP 5 സ്റ്റാർ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ യൂണിയൻ റോഡ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. നിർമ്മാണത്തിനായി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ 1,600 കോടി രൂപയുടെ കരാർ സർക്കാർ ഉടമസ്ഥതയിലുള്ള മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്ക് ലഭിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു വാർത്ത നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ച്. പൊതുമേഖലാ സ്ഥാപനമായ കമ്പനി പ്രതിരോധ മന്ത്രാലയവുമായി 488.25 കോടി രൂപയുടെ ഒരു കരാർ അവർക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അൾട്രാടെക് സിമൻറ്റ്. രാജ്യത്തെ ഏറ്റവും വലിയ സിമൻറ്റ് കമ്പനി ക്ലീൻ മാക്സ് ടെറയുടെ 26% ഇക്വിറ്റി ഓഹരികൾ 20.25 കോടി രൂപയ്ക്ക് സ്വന്തമാക്കാൻ കരാറിൽ ഒപ്പിട്ടു എന്നൊരു വാർത്ത. ICICI ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വീണ്ടും സന്ദീപ് ബത്രയെ തന്നെ നിയമിക്കാൻ RBIയിൽ നിന്നും അംഗീകാരം ലഭിച്ചു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി ടാർസൺസ് പ്രൊഡക്ട്സ് ആണ്. ഏകദേശം 10 മുതൽ 15 മില്യൺ യൂറോയ്ക്ക് ജർമ്മൻ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടർ നെർബിയെ ഏറ്റെടുക്കാൻ കമ്പനി ഒരുങ്ങുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ഇന്നലത്തെ ലിസ്റ്റിൽ നിന്നും ഇന്നത്തേതിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ അശോക് ലൈലാൻഡ്, ഇന്ത്യ സിമന്റ് എന്നിവയാണ്. മറ്റ് സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഇൻഡസ് ടവേഴ്സ്, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, RBL ബാങ്ക്, സെയിൽ എന്നീ കമ്പനികളാണ്. സി എന്റർടൈൻമെന്റിനെയും IRCTCയും ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസിൽ ഇറങ്ങി ഒത്തിരിയേറെ പേർ പണം കളയുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പണമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം മാത്രം ഉപയോഗിക്കുക. പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഓപ്ഷൻസൊക്കെ ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. അത്തരം പഠിച്ച് ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ ബേസിക് കോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ച് കോഴ്സ് വീഡിയോ ആവശ്യപ്പെടാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ലൈവ് സെഷനെ സംബന്ധിച്ചാണ്. രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസ് ആണ് അടുത്തതായി നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇൻട്രാഡേയിൽ F&O സെഗ്മെന്റിൽ നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായത്. ആദ്യം PFC 410 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 408.9 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 403 ആയിരുന്നു. പക്ഷേ ടാർഗറ്റും ക്രോസ് ചെയ്ത് വലിയ പ്രോഫിറ്റിലേക്ക് പോയി. 376 വരെ ഡൗൺ ആയി. മറ്റൊരു സ്റ്റോക്ക് HCL ടെക് ആയിരുന്നു. 1480 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1473 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 1451 ആയിരുന്നു. സ്റ്റോക്ക് പക്ഷേ വലിയ രീതിയിൽ തന്നെ ഡൗൺ ആയി. 1435 വരെയാണ് ഡൗൺ ആയത്. അടുത്തത് അംബുജ സിമെന്റ് 520 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 514 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 502 ആയിരുന്നു. സ്റ്റോക്ക് 486 വരെ ഡൗൺ ആയി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. മറ്റൊരു F&O സ്റ്റോക്ക് നൗക്കരി ആയിരുന്നു.
5200 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 5195 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 5110 ആയിരുന്നു. സ്റ്റോക്ക് ഇന്നലെ 4965 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റ്, അതുപോലെ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ ഡിസംബർ 19 പറഞ്ഞ വേദാന്ത 260 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 260.7 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 254 ആയിരുന്നു. ഇന്നലെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 250.8 വരെയാണ് സ്റ്റോക്ക് ഡൗൺ ആയത്. മറ്റ് ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ ടാറ്റ പവർ 340 CE ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. 345.4 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. NMDC 196 CE 197.6 എന്ന നിലയിൽ എൻട്രി എടുത്തു, ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്റ്റോക്ക് BHEL ആണ്. 185 CE ആയിരുന്നു പറഞ്ഞത്. 187.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്കിൽ പക്ഷേ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അടുത്തത് സ്വിംഗ് സെഗ്മെന്റിലേക്ക്. മോർണിംഗ് ട്രേഡിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന JBM ഓട്ടോ 1414 എന്ന നിലയിലായിരുന്നു എൻട്രി എടുത്ത്. 1472 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിലാണ് പ്രോഫിറ്റ് ആയി വന്നിരുന്നത്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞപ്പോൾ JBM ഓട്ടോയിലും ഇടിവ് കണ്ടു. മാർക്കറ്റ് അപ്പായാലും ഡൗൺ ആയാലും എങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ സേഫാക്കി നമുക്ക് ട്രേഡ് ചെയ്യാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 1322 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 4754 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരുന്നു. നല്ലവണ്ണം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ വലിയ ഫോളായിരുന്നു ഇന്നലെ വന്നത്. US മാർക്കറ്റുകൾ ഒക്ടോബറിൽ ഉണ്ടായ ഇടിവിന് ശേഷം ഏറ്റവും വലിയ ഒരു സിംഗിൾ ഡേ ഫോളാണ് ഇന്നലെ നമ്മൾ US മാർക്കറ്റിൽ കണ്ടത്. ഡൗ ജോൺസ് 0.92% ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.13% ഇടിഞ്ഞു. S&P 500 1.08% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി US-ൽ റേറ്റ് കട്ട് റാലിയാണ് നടന്നിരുന്നത്. ഇന്നലെ US-ൽ നിന്നും കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ പുറത്തു വന്നു. 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇൻഫ്ലേഷൻ കുറഞ്ഞത് US-ൽ കൂടുതൽ സ്പെൻഡിങ് കൊണ്ടുവന്നു എന്നതും കണക്കുകൾ പറയുന്നു. അടുത്തത് US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡ് ഇന്നലെ വീക്കായിരുന്നു. ഇൻഫോസിസും വിപ്രോയും 2%-ലേറെ ഇടിഞ്ഞു. ICICI ബാങ്ക് 2.16% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.92% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 1.86% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡിയിൽ വലിയ ഫോൾ ഉണ്ടായി. 2.65% ആണ് ഡോക്ടർ റെഡ്ഡി ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഒരു പോസിറ്റിവിറ്റിയിലാണ്. ഡൗ ജോൺസ് 0.15% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.10%, നാസ്ഡാക്ക് 0.28% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ UK ഇൻഫ്ലേഷൻ ഒക്ടോബറിലെ 4.6%-ൽ നിന്ന് ഒരു ഷാർപ്പ് ഫോൾ ഉണ്ടാക്കി 3.9%-ആയി കുറഞ്ഞു. ഇതോടെ FTSE 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇന്നലെ ക്ലോസ് ചെയ്യുന്ന FTSE 1%-ന് മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.12% ഉയർന്ന് ക്ലോസ് ചെയ്തു. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.07% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് 0.05% ഉയർന്നാണ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ഉള്ളത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.15% ഉയർന്നും FTSE 0.08% ഇടിവിലുമാണുള്ളത്. ഇന്നലെ US മാർക്കറ്റുകളിൽ കണ്ട വലിയ ഇടിവ് ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിലും കാണാം. ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവിൽ ഡൗണിൽ തന്നെയാണ്. ഇന്നലെ ജപ്പാൻ മാർക്കറ്റിലാണ് വലിയ പോസിറ്റിവിറ്റി കണ്ടത്. ആ വാർത്ത നമ്മൾ രാവിലെ തന്നെ പറഞ്ഞതുമാണ്. അതിനുശേഷം മാർക്കറ്റ് വലിയ റാലിയിലേക്ക് പോയി. ഇന്ന് പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ജപ്പാൻ മാർക്കറ്റ് ഇടിവിൽ തന്നെയാണ്. ആദ്യം നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,135 എന്ന നിലയിലാണ്. 82 പോയിന്റ്സിൻ്റെ ഒരു ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ആവാനുള്ള സാധ്യതയുള്ള ഒരു റേഞ്ച് 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ആയിരിക്കും നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക. മറ്റ് മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.36% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.91% ഇടിവിലും. കോസ്പി മാർക്കറ്റ് 0.53% ഇടിവിലുമാണുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% ഇടിവിലുമാണ്. ഓയിൽ പ്രൈസുകൾ റെഡ് സീയിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടും എന്ന് വ്യാപാരികൾ ആശങ്കാകുലരായതിനാൽ എണ്ണവില നേരത്തെ ഇന്നലെ 1%-ലേറെ ഉയർന്നിരുന്നു. എന്നാൽ US-ൽ നിന്നും പിന്നീട് സപ്ലൈ ഡിമാൻഡ് പ്രശ്നങ്ങൾ വന്നതോടെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഓയിൽ പ്രൈസുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ബ്രന്റ് ഉള്ളത് 79.12 എന്ന നിലയിൽ 0.06% ഇടിവിലാണുള്ളത്.
WTI ഉള്ളത് $73.72 പെർ ബാരൽ എന്ന നിലയിൽ 0.70% ഇടിവിലാണുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ധാരാളം ന്യൂസുകളാണ് ഇവിടെ നോക്കിയത്. മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.